അപ്പോൾ ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് യോമസംബി സീസൺ 4 എപ്പിസോഡ് നമ്പർ 5 ആയിട്ടാണ്. അതെ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് യോമസംബി ആയിട്ടാണ്. ഗായ്സ്, നിങ്ങൾക്ക് സ്കിന്നൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല, പിന്നെ സൈഡത്തെ ബട്ടണൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ടാവും. എന്താണെന്ന് നമ്മൾ ഷെയ്ഡറിനും കാണുന്നില്ല. റിസോഴ്സ് പാക്ക് ഒക്കെ ഡിലീറ്റ് ആയിപ്പോയി ഗായ്സ്. രണ്ടാമത് ഡൗൺലോഡ് ആക്കണം. സ്കിന്നും പോയി. എന്താണെന്നൂടാ, മൈൻക്രാഫ്റ്റ് ഒന്നൊരു അപ്ഗ്രേഡ് ആയെന്ന് തോന്നുന്നു. അപ്ഡേറ്റ് ആയാലോ എന്തോ പ്രശ്നം പറ്റി ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെ നെതറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെതർ ഓപ്പൺ ആക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നെതർ പോർട്ടൽ കണ്ടുപിടിക്കണം. ബിൽഡ് കാര്യങ്ങളൊക്കെ ആർക്ക് ബ്രോ ചെയ്യുമെന്ന് പറഞ്ഞു. ആർക്ക് ബ്രോ ഓന് നല്ലോണം ബിൽഡ് ചെയ്യുന്ന ആളാണ് ബ്രോ. ഓക്കെ, ആർക്കിന് ഒക്കെ അത്യാവശ്യം നല്ലോണം ബിൽഡ് ചെയ്യുന്ന ആളാണ്. ആർക്കിൻ്റെ വീട് കണ്ടാൽ മനസ്സിലാവും, അത്രയും കിഡിലായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആർക്ക് ബിൽഡ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കിൻ്റെ കൊടുത്തിട്ട് സെറ്റ് ആക്കണം. നമുക്ക് കുറച്ച് ഇത് ഒപ്പിക്കട്ടെ, എന്ത് ഒബ്സിഡിയൻ ഒപ്പിച്ചിട്ട് നേരെ ആർക്കിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കണം. ഗൈസ്, ഇവിടെ കുറച്ച് ലാവയും കാര്യങ്ങളുണ്ട്. ഇവിടെ എത്ര കിട്ടും നോക്കട്ടെ ആദ്യം. ജസ്റ്റ് കുറച്ച് ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, നമുക്ക് എന്തായാലും 2-3 കിട്ടുമായിരിക്കും. ഓക്കെ, വേറെ എവിടെയും പൂള് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് നോക്കാം. ഗൈസ്, നമുക്ക് 4 കിട്ടിയിട്ടുണ്ട്. ഓടാ, ഇവിടെ ഉണ്ടടാ, ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു പൂള് കണ്ടിന്. അത് ആരോ ലൈറ്റ് ചെയ്ത് പോർട്ടലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടുത്തെ നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ മുറിച്ച് നൈസായിട്ട് ഒരു 30 സെറ്റാക്കിയിട്ട് നേരെ പുറക്കേക്ക് വിടാം. ഗൈസ്, നമ്മൾ ആർക്കിന് ഇത് കൊടുത്തു, പണി കൊടുത്തു. അവൻ ജസ്റ്റ് കുറച്ച് സമയം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. കിട്ടില്ല പോലത്തെ ഒരു ബിൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെതർ പോർട്ടൽ എന്ന് വെച്ചാൽ അവൻ്റെ ബേസ് തന്നെ മനസ്സിലാവും, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കിടലം പോലത്തെ ഒരു ബിൽഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നിങ്ങൾ കണ്ടോളൂ. ഇതാണ് നമ്മളെ പോർട്ടൽ. യെസ് ഗൈസ്, കിടിലം ഒരു നല്ല അത്യാവശ്യം നല്ല സംഭവം, സീരിയസ് ആണ്. കണ്ടോ, ഒരു റൗണ്ട് ആയിട്ടൊരു എഗ്ഗിൻ്റെ ഷേപ്പൊക്കെ നടുവിലുണ്ട്. ഒരു എൻട്രൻസിൻ്റെ ഷേപ്പ് കണ്ടോ, കിടിലല്ലേ. ഒരു ഗംഭീര ലുക്ക് തന്നെ ഉണ്ട് ഇതിന്. ഓക്കെ, ഞാൻ 10 ഔട്ട് ഓഫ് 10 കൊടുക്കാം. നിങ്ങൾ എത്ര കൊടുക്കും നോക്കാം. നിങ്ങൾ എത്ര കൊടുക്കുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരു ട്രേഡ് കാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ കൊണ്ടുവച്ച് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നെതറിൽ കയറിയാലും ബസാൾട്ട് ഡെൽറ്റയിലെ സ്പോണായത്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് മൂടിയിട്ട് ജസ്റ്റ് കുറച്ച് ദൂരം നടന്നു നേരം സോൾസാൻഡ് കിട്ടി. അവിടെ നിന്ന് നമ്മളൊരു ട്രേഡ് കാസ്റ്റിനെടുത്ത് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കുറച്ച് നേരമായി ബിൽഡ് ആക്കിയിട്ട് ഓക്കെ നമുക്ക് കാര്യം ഞാൻ കാണിച്ചു തരാം എങ്ങനെയുള്ള അതിനകത്ത് ഉള്ളിൽ. പ്രത്യേകിച്ചൊന്നും സെറ്റാക്കിയില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു റൂം സെറ്റാക്കിയതാണ് ഇതുപോലെ. എന്നിട്ട് ഇങ്ങോട്ട് പോയാലാണ് കിട്ടിയത്. ഓക്കെ, ഇവിടെയൊക്കെ ചെറിയൊരു റൂം ബസാൾട്ട് ഡെൽറ്റയാണ്, അങ്ങോട്ട് വരെ നമുക്ക് കിട്ടിയത്. ജസ്റ്റ് ഒന്നുമില്ല, ഇതിനകത്തൊന്നും ആക്കിയില്ല. നമുക്ക് നെതർ ഹബൊക്കെ സെറ്റാക്കണം. അത് നമുക്ക് പിന്നെ സെറ്റാക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ആർക്കിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ എന്നോട് കൊടുക്കാൻ മറന്നു വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആർക്ക് നടിക്കുക, അല്ലെങ്കിൽ C4 ഗെയിമിംഗ് ചാനൽ, C4 ഗെയിമിംഗ് ബ്രോൻ്റെ ചാനൽ കയറിയാൽ കാണാൻ പറ്റും ആർക്കിൻ്റെ ഒക്കെ ചാനൽ. അല്ലെങ്കിൽ ഞാൻ തന്നെ കൊടുക്കാം. ഓക്കെ, ഞാൻ തന്നെ കൊടുക്കാതായിരിക്കും നല്ലത്. ഓക്കെ, ഇതിനകത്ത് ഇങ്ങനെയാണ് കാര്യങ്ങൾ. കിട്ടില്ല ലുക്കല്ലേ. ഓക്കെ, ബ്രോൻ്റെ ചാനലിൽ ചിലപ്പം വീഡിയോസൊക്കെ വരും. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ജസ്റ്റ് ഒരു വൂൾ ഫാം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ നമുക്ക് നെതറൈറ്റ് മൈനിങ്ങിനൊക്കെ പോകണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വൂൾ ഫാം ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ജസ്റ്റ് ഡ്രോപ്പറൊക്കെ വെച്ച് ഞാൻ മറ്റേ ഒബ്സർവർ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നെതർ കയറിയത്. കുറേ കാലം ഞാൻ നെതർ കയറാൻ നോക്കുന്നത്. ഷുഗർ കെയിൻ ഫാമൊക്കെ ഞാൻ ഓട്ടോമാറ്റിക് ഉണ്ടാക്കിയത് ഒബ്സർവറൊന്നും ഇല്ലാണ്ടാണ്. അത് ഇല്ലാണ്ടും വർക്ക് ചെയ്യും. അതൊന്ന് സംഭവിച്ചാൽ കുറച്ച് റെഡ് സ്റ്റോണൊക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതെന്നാലും നമുക്ക് ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടായിരിക്കും. നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാം. പിന്നെ ഗൈസ്, നിങ്ങൾ ട്രേഡിംഗ് ഹാൾ കണ്ടിട്ടില്ലല്ലോ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. നമ്മളെ ട്രേഡിംഗ് ഹാളുണ്ട് ഇവിടെ. ജസ്റ്റ് ഞാനും കോട്ടക്സും ആർക്കും കൂടിയും ബിൽഡ് ചെയ്തതാണ്. ഫ്രണ്ട് സൈഡ് ആർക്കാണ് ബിൽഡ് ചെയ്തത്. ഓക്കെ, ലുക്ക് ആക്കി സെറ്റാക്കി. ഓക്കെ, ഉള്ളിലൊക്കെ കോട്ടക്സും പിന്നെ ഞാനും കൂടിയാണ് ബിൽഡ് ചെയ്തത്. പിന്നെ ഇവിടെ വില്ലേറെല്ലാം സെറ്റാക്കി അത്യാവശ്യം എല്ലാ എൻജോയ്മെൻറ്റും സെറ്റാക്കാൻ പറ്റി നോക്കിയിരുന്നു. പിന്നെ ഫോർച്യൂൺ 3 ഉണ്ടായിരുന്നു ഗൈസ്. അത് വില്ലേറെ കാണുന്നില്ല, എന്തോ സംഭവമാണ് ഇവിടെ. പിന്നെ ബാക്കി എല്ലാ എൻജോയ്മെൻറ്റും ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല എല്ലാ എൻജോയ്മെൻറ്റും ഉണ്ട്. പിന്നെ എഫിഷ്യൻസി 5 ഇല്ല, അത് ഒപ്പിക്കണം.
ജസ്റ്റ് എന്നെയും കുറച്ചുകൂടി വലുതാക്കണം എന്നുണ്ട്. ഇത് നമുക്കൊരു കമ്മ്യൂണിറ്റി ട്രേഡിംഗ് ഹാൾ ആക്കണം എന്നുണ്ട്. നമുക്ക് ചോദിച്ചിട്ടുണ്ട്, കമ്മ്യൂണിറ്റി ട്രേഡിംഗ് ഹാൾ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡിംഗ് ഹാൾ ഇത് കമ്മ്യൂണിറ്റി ആക്കണം എന്നുണ്ട്. നമുക്ക് നോക്കാം, അല്ലെ കമ്മ്യൂണിറ്റിക്ക് നമുക്ക് വേറെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അത് വിഷയമില്ല ഗൈസ്, നമുക്ക് വിഷയമില്ല. നമ്മൾ ആർമറിൽ പ്രൊട്ടക്ഷൻ 4 ഇട്ടിട്ടുണ്ട്. പിന്നെ ടൂൾസ് സിൽ ടച്ച് അങ്ങനത്തെ കുറേ, പിന്നെ ഡയമണ്ട് ഗൈസ്. ഇപ്പം എൻ്റെ അടുത്ത് ഡയമണ്ട് 58 ഡയമണ്ട് ഉണ്ട് ഗൈസ്. ജസ്റ്റ് 58 ഡയമണ്ട്. ജസ്റ്റ് നമ്മൾ വരും, കുറച്ച് മൈനയും സിൽ ടച്ച് എടുത്ത് മൈനയും ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഫോർച്യൂൺ ചെയ്യും. 58 ഡയമണ്ട് ഉണ്ട് ഗൈസ്. നമ്മൾ വെളിയിൽ കുറച്ച് ഗ്ലാസ് വെച്ചിരുന്നു, അത് നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് പണി തുടങ്ങാം. ജസ്റ്റ് ഇങ്ങോട്ട് കയറിയിട്ട് നമുക്ക് അവിടെ കൊണ്ടുവച്ച്. ഓക്കെ, ഓ എൻ്റെ മോനെ റെഡിയായി. ഹാപ്പി ഗ്ലാസ് റെഡി. എനിക്ക് കുറച്ചുകൂടി വലുതാകുന്നുണ്ട്, എന്നാലേ നമുക്ക് പറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും പറക്കാം. എന്തായാലും ഈ പണി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം വലുതാവും. ഗസ്, ഈ ഷിയറും കൂടി അവിടെ കൊണ്ടാച്ച് വെച്ചാൽ ഫുള്ളി ഓട്ടോമാറ്റിക് യെസ് വൂൾ ഫാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. സംഭവം എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ജസ്റ്റ് നമുക്ക് മറ്റേ ഇത് സെറ്റ് ചെയ്യാനാണിത്, നെതറൈറ്റ് ഉണ്ടാക്കാനാണ്. ജസ്റ്റ് ബെഡ് വെച്ച് നെതറൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. യെസ്, നമുക്ക് നെതറൈറ്റ് ആർമർ ഫുള്ള് സെറ്റ് ചെയ്യണം. ഓക്കെ, ഷീപ്പിനെ വെച്ച്. പിന്നെ ഹാപ്പി കാസ്റ്റ് വലുതായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും ഇതിനെ ഒന്ന് പറത്താൻ പറ്റും നോക്കാം. ഇനിങ്ങനെ അടുത്തേക്ക് വിളിക്കുക. ഓക്കെ, അടുത്തേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഓ റൈഡ് ഓ എൻ്റെ മോനെ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് വന്നിട്ട് റൈഡ് ചെയ്യുന്നത് ഗൈസ്. ഓക്കെ, നമുക്ക് ഫെൻസ് കെട്ടിയിട്ടാണ് ഇവനെ ഒന്ന് ഊരിയിട്ട് പറക്കാം. ഊരി നിലത്ത് വീണ് ഇവന്. ഓ അവിടെ പോയി ഇവനെങ്ങനെ തിരിച്ചു വിളിക്കുക? ഞാൻ ഇതുണ്ടാക്കിയിരുന്നു, ചൂണ്ട. മറ്റേ അതിൻ്റെ പേര് മലയാളത്തിൽ ഇംഗ്ലീഷിൽ മറന്നുപോയി. ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് ഫിഷിംഗ് റോഡ്. യെസ്, ഫിഷിംഗ് റോഡ് വെച്ചിട്ട് ജസ്റ്റ് ഇവനെ വലിച്ചെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, വലിച്ചെടുക്കാൻ പറ്റുമോ? ലൈറ്റ് ഉണ്ട്. ഓക്കെ, എൻ്റെ മോനെ, നമ്മളെ ഹാപ്പി കാസ്റ്റ് എന്ന് പറഞ്ഞ മോബ് നമ്മളെ ബേസ് മൊത്തം കാണാൻ പറ്റും. എൻ്റെ മോനെ, ഹാപ്പി കാസ്റ്റ് എന്ന് പറഞ്ഞ മോബ് നമ്മൾ വേൾഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. നമുക്ക് ബിൽഡൊക്കെ ചെയ്യാൻ നേരം പെട്ടെന്ന് മുകളിലോട്ട് കയറാൻ പാവപ്പെട്ടവൻ്റെ ലെറ്റർ ആവാൻ ഇതിന് പറ്റില്ല. ബട്ട് വലിയ വർക്ക് ഗൈസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ? ഓക്കെ, എന്തായാലും ഈ വീഡിയോ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, നമ്മൾ നെതർ ഓപ്പൺ ആക്കിയ കാണിച്ചു. ആൻഡ് നമ്മളെ സ്വന്തം മാർക്ക് ബ്രോ നമ്മൾ ബിൽഡാക്കിയിട്ടുണ്ട്. അപ്പോൾ കിടിലം പോലെ ബിൽഡാക്കിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ മറ്റേ ഷീപ്പ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഹാപ്പി കാസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാത്തവർക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ. ഞാൻ ML ചെയ്യാൻ പോണ്. അതാ